പട്ടത്തിന് നൂലുണ്ടല്ലോ. അല്ല, ചുൾബുളുതേ ടെറസിൽ തന്നെ ഉണ്ടല്ലോ. ഇവൻ പറയായിരുന്നു ചുൾബുൾ പട്ടത്തിന്റെ നൂലിൽ കുടുങ്ങി ആകാശത്തൂടെ പറക്കാന്ന്. ഇവനും നൂലിൽ കുരുങ്ങി ആകാശത്ത് പോയത്രേ. എന്തൊക്കെയാണോ പറയുന്നത് എനിക്കറിയില്ല. അവൻ അവിടെ ഇരുന്ന് ഉറങ്ങായിരുന്നു. അവൻ ചിലപ്പോ സ്വപ്നം കണ്ടതായിരിക്കും. വണ്ടി, നീ എന്തിനാ വെറുതെ എന്റെ സമയം കളഞ്ഞത്? ചെവിയിൽ നുള്ളിക്കോ, എന്നിട്ട് താഴേക്ക് വന്ന് ഏത്തോട്. പട്ടത്തിന്റെ നൂലിൽ കുരുങ്ങി ആരെങ്കിലും ആകാശത്തേക്ക് പോകും. ഞാൻ പറയുന്നത് സത്യാണ്. ഞാൻ സത്യാണ് പറയുന്നത്. എന്താടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? നീ താഴേക്ക് വാ, ഇന്ന് നിന്റെ ചെവി ഞാൻ മുറിച്ചു കളയുന്നുണ്ട്. നിന്റെ മന്ത്രശക്തി നീ ആരെയും ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കേ ബോസ്. മുന്നു, നിനക്ക് നാണമില്ലേ എന്റെ പട്ടം എടുത്തോണ്ട് കറങ്ങി നടക്കാൻ? ഇത് എന്റെ പട്ടമാണ്. ഇത് എനിക്ക് എന്റെ അച്ഛൻ വാങ്ങി തന്നതാണ്. പറഞ്ഞു കൊടുക്കടേ, ഈ പട്ടം ആരുടെയാന്ന്? ഇത് നിന്റെ അല്ലേ? അതിക്ക് തടാ. വീർ, നമുക്ക് മുന്നോട്ട് പോയി സഹായിക്കാം. എന്ത് പറ്റി മുന്നു? നീ എന്തിനാ കരയുന്നേ? എന്റെ അച്ഛൻ എനിക്ക് 10 പട്ടങ്ങൾ വാങ്ങിച്ചു തന്നു. എല്ലാ വണ്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയി. നീ വിഷമിക്കാതെ ഇരിക്കേ. ഞാനൊരു പട്ടം പറത്തി എല്ലാ പട്ടങ്ങളെയും പൊട്ടിക്കും. എന്നിട്ട് നിനക്ക് പട്ടം കൊണ്ടുവരും. സത്യമാണോ വീ? അതെ, സത്യമാണ്. വരും എന്റെ കൂടെ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാവല്ലോ ജിൻഡു. നീ എന്തിനാ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്? ബോസ്, എന്താണ് ചെയ്യേണ്ടത് പറയൂ. ഞാനിപ്പോ ആ ബണ്ടിന്റെ അവന്റെ കൂട്ടുകാരന്റെ പട്ടം പൊട്ടിക്കാൻ പോവാ. നീ എന്റെ പട്ടവും അവന്റെ പട്ടവും കൂട്ടിക്കെട്ടണം. എന്നിട്ട് ഞാൻ എല്ലാ പട്ടവും താഴെ കൊണ്ടുവരും. പിന്നെ അതെല്ലാം മുന്നിന് കൊടുക്കും. വീർ, വരൂ, ഒരു കൈ നോക്കിയാലോ? പിന്നെന്താ? എന്റെ പട്ടം പൊട്ടിക്കുന്നത് ഇംപോസിബിൾ ആണ്. അപ്പൂപ്പൻ എപ്പോഴും പറയാറുണ്ട് തിങ്ക് പോസിറ്റീവ്. അപ്പൊ ഇംപോസിബിൾ എല്ലാം പോസിബിൾ ആവും. അയ്യോ, ഇവൻ നമ്മുടെ പട്ടത്തിന്റെ നൂല് വെട്ടിയല്ലോ. പൊട്ടിച്ചല്ലോ. വെരി ഗുഡ് മിട്ടുമൊത്തേ, വെരി ഗുഡ്. ഇന്നാ പിടിച്ചോ നിനക്കുള്ള സമ്മാനം. കള്ളൻ ചേട്ടാ, നിങ്ങളിത് എന്താ ചെയ്യുന്നേ? ഇത്രയും നല്ല തത്തമ്മേനെ നിങ്ങൾ കള്ളനാക്കിയോ? എടാ കൊച്ചറക്ക, നീ ഏതാടാ? ഓർഡറാ വിടുന്ന. ഞാൻ പോവാൻ വന്നതല്ല, നിങ്ങളെ ഇവിടെ നിന്ന് പിടിച്ചോണ്ടോ വന്നതാ. ഈ ചെറുക്കൻ ആളൊരു പുലിക്കുട്ടി തന്നെയാണല്ലോ. എവിടെയാ പുലി? എവിടെയാ പുലി? എനിക്ക് പുലിയെ ഭയങ്കര പേടിയാ. അത് അയാളൊരു എക്സാമ്പിള് പറഞ്ഞതാ. നീ ഇതുവരെ അത് കേട്ടിട്ടില്ലേ? പക്ഷേ തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ മോശം ഫലം കിട്ടും. നിങ്ങളെ ഞാൻ ജയിലിലേക്ക് അയക്കാൻ പോവാ. നീ തന്നെയാണോ എന്നെ ജയിലിലേക്ക് അയക്കാൻ പോകുന്നത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നിൽക്കുന്ന ചെറുക്കനെയും അവന്റെ ആ കഴുതയെയും നല്ല ഒന്നാന്തരം കൊത്തി അവശരാക്കി ഓടിച്ചുവിട്. അയ്യോ, എന്റെ മൂക്കെ കൊത്തുന്നേ. വീർ, വീർ, ജിൻഡു. അയ്യോ, എന്റെ ചെവിയെ കുത്തുന്നേ. അയ്യോ, എന്റെ മൂക്കേ. ഇനി തത്തമ്മകളെല്ലാം കൂടി നിന്നെ ആകാശത്തേക്ക് കൊണ്ടുപോയി താഴേക്ക് ഇടിയിലങ്ങ് ഇടും. അതെ കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ എന്നെ കൊത്തുന്നത്? അയാളല്ലേ നിങ്ങളെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത്? മോഷണം നടത്തുന്നത് പാപമാണ്. ഈ പയ്യൻ പറയുന്നത് ശരിയാണ്. അയാൾ നമ്മളെ കള്ളന്മാരാക്കി. പാരറ്റ്സ് ഒരിക്കലും കള്ളന്മാരല്ല. അവര് നല്ല സ്നേഹമുള്ള പക്ഷികളാ. എല്ലാവരും അവരെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ ഇയാള് കാരണം എല്ലാവരും പാരറ്റ്സിനെ കള്ളനെന്ന് വിളിക്കും. നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ ചീത്തപ്പേരുണ്ടാക്കാൻ പാടില്ല. ശിക്ഷ കൊടുക്കണമെങ്കിൽ അയാൾക്ക് കൊടുക്ക, എനിക്കല്ല. ഈ പയ്യൻ പറയുന്നത് ശരിയാണ്. അയാൾ നമ്മളെ കള്ളന്മാരാക്കി. വരൂ.
എന്നെ കൊത്തരുത്, വിട്ടുപോണേ, രക്ഷിക്കണേ, ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്. കണ്ടില്ലേ ചുൾബോൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ മോശം ഫലം കിട്ടും. എന്നെ വിടാ, വിടാ, രക്ഷിക്കണേ, ഹെൽപ്പ്, ഹെൽപ്പ്, ഹെൽപ്പ്. ഞാനിപ്പോ തന്നെ നിന്നെ പിടിക്കാൻ പോവാ. വീർ, എന്നെ പിടിക്കണമെങ്കിലേ നീ ക്യാരറ്റ് കഴിക്കണം. ക്യാരറ്റില് വിറ്റമിൻ എ ഉണ്ട്, അത് ആരോഗ്യത്തിന് വളരെ നല്ലതാ. എനിക്ക് എന്താണ് എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്? ആരാണ് എന്റെ ദേഹത്തോട്ട് ചാടിയത്? ഒന്നൂടെ വാ, ആണാണെങ്കിൽ നേർക്ക് നേരെ വാടാ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ. ആരാണത്? അപ്പൂപ്പ, ഇതെന്റെ സഹോദരനാണ്. അമേരിക്കയിൽ നിന്ന് വന്നതാണ്. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഗുണ്ടകള് സാധനങ്ങൾ മോഷ്ടിച്ചു. അതെങ്ങനെ മോഷ്ടിച്ചു? എന്താ സംഭവിച്ചത്? ഞാനൊരു ടാക്സിയിൽ വരികയായിരുന്നു. എനിക്ക് കണ്ടിട്ട് തോന്നിയത് ക്യാബ് ഡ്രൈവറും അവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്നാണ്. ടാക്സി ഡ്രൈവറെ ഇടിക്കുന്നതൊക്കെ ചിലപ്പോ അവരുടെ നാടകമായിരിക്കാം. അപ്പൊ അവനെതിരെ പോലീസ് ആക്ഷൻ ഒന്നും എടുക്കില്ലല്ലോ. തീർച്ചയായും ആ ടാക്സി ഡ്രൈവർ ഗുണ്ടകളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും. താങ്കൾക്ക് അയാളെ വീണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? പിന്നെന്താ, അവന്റെ വലതുവശത്തെ കവളിൽ ഒരു വലിയ കറുത്ത മറുകുണ്ട്. അവനൊരു കള്ളനാ, ചീറ്ററാ. അവൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഡ്രൈവർമാരും കള്ളന്മാരാ, ചീറ്റാസാ. അല്ല അങ്കിളെ, എല്ലാവരും ചീറ്റർമാരല്ല. ഞങ്ങൾ ഇവിടെ ഗസ്റ്റുകളെ ദൈവമായിട്ടാ കാണുന്നേ. അതെ, അതിഥി ദേവോ ഭവ എന്നാണ് പറയാറ്. അങ്കിള് നോക്കിയോ, ആ ടാക്സിക്കാരൻ എന്തായാലും അങ്കിളുടെ സാധനം തിരിച്ചു കൊണ്ടുതരും, എന്നിട്ട് ക്ഷമയും ചോദിക്കും. ഓ, അതൊക്കെ ഇമ്പോസിബിൾ ആണ്. അപ്പൂപ്പൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ ഒക്കെ പോസിബിൾ ആക്കുന്ന ആളാണ് വീരെന്ന്. എന്നോട് പറയാതെ ഈ വീർ എവിടേക്കായി പോയത്? ഞാൻ കരുതിയത് ആ കള്ളനായ ടാക്സി ഡ്രൈവറെ പിടിക്കാൻ വീറിനെ ഇവിടുന്ന് അയക്കാമെന്നാണ്. എന്നിട്ടിപ്പോ അവനെ കാണാനുമില്ല. എവിടെ പോയി കിടക്കുവാണോ എന്തോ. എന്നാ ശരി, ഞാൻ തന്നെ എമിലിയുടെ അങ്കിളിനെയും കൂട്ടി എയർപോർട്ടിൽ പോയി ആ ടാക്സി ഡ്രൈവറെ പിടിച്ചേക്കാം. കണ്ടില്ലേ, നഗരം മുഴുവൻ നമ്മൾ തലയില്ലാത്ത ഭൂതത്തിന്റെ വാർത്ത പരത്തിയിരിക്കുകയാണ്. അത് കാരണം ആളുകളുടെ മനസ്സിൽ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ആരും ഇവിടേക്ക് വരാറില്ല. പക്ഷെ എന്നിട്ടും ഇവർ ഇവിടം വരെ എത്തിയെങ്കിൽ നമ്മുടെ മോഷണ വസ്തുക്കൾ നമ്മളിനി ഇവിടെ ഒളിപ്പിക്കാൻ പാടില്ല. ഒരു ഐഡിയ ഉണ്ട് ബോസേ. നമുക്ക് നമ്മുടെ ഭൂതത്തിന്റെ നാടകം അങ്ങ് തുടങ്ങിയാലോ? നമുക്കിവിടെ നേരെ ചെന്ന് ഭൂതത്തിന്റെ വേഷം കിട്ടി അവരെ പേടിപ്പിച്ച് ഓടിക്കാം. ശരി, എങ്കിൽ തുടങ്ങിക്കോളൂ. എല്ലാവരും അവരവരുടെ വേഷമണിഞ്ഞോളൂ. എന്നിട്ട് ഇവരെല്ലാം പേടിപ്പിച്ചിവിടുന്ന് ഓടിക്കുക. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേഗം നിങ്ങൾ റെഡിയാവ്. നമ്മൾ ഭൂതങ്ങളല്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായാലുണ്ടല്ലോ, പിന്നെ നമ്മൾ ഈ സ്ഥലം വിട്ട് വേറെ എവിടേക്കെങ്കിലും പോവേണ്ടി വരും. അതെ, നിങ്ങൾ ഈ സ്ഥലമെല്ലാം ഉപേക്ഷിച്ച് ജയിലിലേക്കാണ് പോകാൻ പോകുന്നത്. ഏയ്, ഇയാളെ കൂടെ പിടിച്ച് ആ പെൺകുട്ടിയുടെ ഒപ്പം കൂട്ടിയിട്. അത് കണ്ടു മുത്തശ്ശിന് പ്രാവായിരിക്കുകയാണ്. അപ്പൂപ്പനെ ആർക്കും പ്രാവൊന്നും ആക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കേ, ഞാൻ അകത്തേക്ക് പോവാം. അല്ലല്ല, നീയല്ല പോവേണ്ടത്, ഞാനാണ് ആദ്യം അകത്തോട്ട് പോകുന്നത്. ശരി, രണ്ടുപേർക്കും അകത്തേക്ക് പോവാം. നീ മുന്നിലൂടെ പോയിക്കോ, ഞാൻ പിന്നിക്കൂടെ വരാം. എന്നാ പിന്നെ ഞാൻ ലെഫ്റ്റും റൈറ്റും പൊസിഷൻ കവർ ചെയ്യാം. ഗുഡ് ബോയ്. സമയം എന്തായി മോനെ?
ഒന്ന് സമയം പറഞ്ഞിട്ട് പോകണ്ട മോനെ. നിന്നോട് സമയം പറയാൻ ഞാനിവിടെ നിന്നാൽ പിന്നെ എന്റെ സമയം നന്നായിരിക്കില്ല. രക്ഷിക്കണേ